Good morning students, welcome to this video. The next filter is chalk input LC filter. Okay. നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ LC ഫിൽറ്റർ ആണ്. അതായത് ഇൻഡക്ടറും കപ്പാസിറ്ററും ചേർന്ന ഫിൽറ്റർ ആണ്. നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്റർ പഠിച്ചു, ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ പഠിച്ചു, സീരീസ് ഇൻഡക്ടർ ഫിൽറ്ററും പഠിച്ചു. ഇനി അതിന്റെ കോമ്പിനേഷൻ ഫിൽറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇൻഡക്ടറും കപ്പാസിറ്ററും ചേർന്ന ഒരു കോമ്പിനേഷൻ ഫിൽറ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫിഗർ നോക്കാം. ഓക്കെ, ദിസ് ഈസ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഫ്രം റെക്ടിഫയർ. റെക്ടിഫയർ നിന്ന് കിട്ടുന്ന റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ആണിത്. ദിസ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കണ്ടെയ്ൻസ് DC കമ്പോണന്റ് ആസ് വെൽ ആസ് AC കമ്പോണന്റ്. അതായത് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വേണ്ടത് DC ആണ്, പ്യുവർ DC ആണ്. പക്ഷെ ഒരിക്കലും നമുക്ക് പ്യുവർ DC കിട്ടത്തില്ല. അതിന്റെ കൂടെ കുറച്ച് AC കമ്പോണന്റും കാണും. ദാറ്റ് AC കമ്പോണന്റ് ഈസ് നോൺ ആസ് റിപ്പിൾ. ആ AC കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പിൾ. വി ഹാവ് ടു റിമൂവ് റിപ്പിൾ ഫ്രം റെക്ടിഫയർ ഔട്ട്പുട്ട്. റെക്ടിഫയർ ഔട്ട്പുട്ടിൽ നമുക്ക് റിപ്പിളിനെ നീക്കം ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ. Then we studied series inductor filter. Okay. അപ്പോൾ ഈ ഫിൽറ്ററിനകത്ത് ഇൻഡക്ടറും കപ്പാസിറ്ററും ഉപയോഗിക്കും. ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഇൻഡക്ടർ സാധാരണഗതിയിൽ ചെയ്യുന്നത് AC-യെ ബ്ലോക്ക് ചെയ്യും, DC-യെ പാസ് ചെയ്യും. കപ്പാസിറ്റർ നേരെ ഓപ്പോസിറ്റ് ആണ്. കപ്പാസിറ്റർ AC-യെ പാസ് ചെയ്യും, DC-യെ ബ്ലോക്ക് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫിൽറ്റർ പഠിക്കുമ്പോൾ അറിയണം. ഇൻഡക്ടർ ബ്ലോക്സ് AC ബട്ട് അലൗസ് DC. ഇൻഡക്ടർ DC-യെ പാസ് ചെയ്യും, AC-യെ ബ്ലോക്ക് ചെയ്യും. കപ്പാസിറ്റർ ബ്ലോക്സ് DC, അലൗസ് AC. അപ്പോൾ കപ്പാസിറ്റർ DC-യെ ബ്ലോക്ക് ചെയ്യും, AC പാസ് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഇതാണ്. ഈ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് നമ്മൾ LC ഫിൽറ്ററിലേക്ക് കൊടുക്കുന്നു. LC ഫിൽറ്റർ അതായത് ഇൻഡക്ടർ കപ്പാസിറ്റർ ഫിൽറ്ററിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഈ കപ്പാസിറ്റർ, ഇത് ഇൻഡക്ടർ, ഇത് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലോഡ് റെസിസ്റ്റർ വരും. ആ ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ടാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഡക്ടർ, ഇത് കപ്പാസിറ്റർ. കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ടാണ്. RL ആണ് ലോഡ് റെസിസ്റ്റർ, അതിന് പാരലൽ ആയിട്ടാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. കപ്പാസിറ്റർ ഈസ് കണക്ടഡ് ഇൻ പാരലൽ വിത്ത് ലോഡ് റെസിസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് നമ്മൾ LC ഫിൽറ്ററിലേക്ക് കൊടുക്കും. LC ഫിൽറ്റർ അതിനെ ഫിൽറ്റർ ചെയ്ത് ഇത്തരം ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഫിൽറ്റേർഡ് ഔട്ട്പുട്ട്. ഓക്കെ, ദിസ് ഈസ് ഫിൽറ്റേർഡ് ഔട്ട്പുട്ട്. ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടർ AC-യെ ബ്ലോക്ക് ചെയ്യും, DC-യെ പാസ് ചെയ്യും. കപ്പാസിറ്റർ AC-യെ പാസ് ചെയ്യും, DC-യെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ദിസ് ചോക്ക് ഇൻപുട്ട് LC ഫിൽറ്റർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ ഫിൽറ്റർ. നമ്മൾ നേരത്തെ പഠിച്ച സീരീസ് ഇൻഡക്ടർ ഫിൽറ്ററിന്റെയും ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ LC ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, L സ്റ്റാൻഡ്സ് ഫോർ ഇൻഡക്ടർ ആൻഡ് C സ്റ്റാൻഡ്സ് ഫോർ കപ്പാസിറ്റർ. C കപ്പാസിറ്ററിനെ സൂചിപ്പിക്കുന്നു, L ഇൻഡക്ടറിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച കപ്പാസിറ്റർ ഫിൽറ്ററിന്റെയും ഇൻഡക്ടർ ഫിൽറ്ററിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ LC ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ an inductor is connected in series and a capacitor is connected in parallel to load. ഇവിടുത്തെ കണക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇൻഡക്ടർ കണക്ട് ചെയ്യുന്നത് ലോഡ് റെസിസ്റ്ററിന് സീരീസ് ആയിട്ടും കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇൻഡക്ടർ ഈസ് കണക്ടഡ് ഇൻ സീരീസ് വിത്ത് ലോഡ് റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ ഈസ് കണക്ടഡ് ഇൻ പാരലൽ വിത്ത് ലോഡ് റെസിസ്റ്റർ. ഇൻഡക്ടർ ലോഡ് റെസിസ്റ്ററിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്റർ ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞത്
ഒരു സീരീസ് ഇൻഡക്ടർ ഫിൽട്ടർ എപ്പോഴും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഹൈ വാല്യൂ ഓഫ് ലോഡ് കറണ്ടിലാണ്. ഓക്കെ, എ സീരീസ് ഇൻഡക്ടർ ഫിൽട്ടർ will perform better with higher values of load current. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ സീരീസ് ഇൻഡക്ടർ ഫിൽട്ടർ എപ്പോഴും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഹയർ വാല്യൂ ഓഫ് ലോഡ് കറണ്ടിലാണ്. ഓക്കെ, ലോഡ് കറണ്ടിന്റെ വാല്യൂ കൂടുമ്പോൾ ഫിൽറ്ററിന്റെ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഫിൽറ്ററിംഗ് ആക്ഷൻ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതായത് കറണ്ടിന്റെ വാല്യൂ കൂടുമ്പോൾ ഫിൽറ്ററിംഗ് ആക്ഷൻ ബെറ്റർ ആയിരിക്കും എപ്പോൾ ഒരു സീരീസ് ഇൻഡക്ടർ ഫിൽറ്ററിന്റെ കേസ്. ഓക്കെ, പക്ഷേ ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ എപ്പോഴും പെർഫോം ചെയ്യുന്നത് ലോവർ വാല്യൂസ് ഓഫ് ലോഡ് കറണ്ടിലായിരിക്കും. ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ എപ്പോഴും പെർഫോം ചെയ്യുന്നത് ലോവർ വാല്യൂസ് ഓഫ് ലോഡ് കറണ്ടിലായിരിക്കും. ഓക്കെ, അപ്പോൾ സീരീസ് ഇൻഡക്ടർ ഫിൽറ്റർ പെർഫോം ചെയ്യുന്നത് ഹൈ വാല്യൂ ഓഫ് ലോഡ് കറണ്ടിലും ഈ ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ എപ്പോഴും പെർഫോം ചെയ്യുന്നത് ലോവർ വാല്യൂസ് ഓഫ് ലോഡ് കറണ്ടിലുമായിരിക്കും. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്. ഇനിയാണ് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഇൻഡക്ടർ ഹാസ് ലോ DC റെസിസ്റ്റൻസ് ആൻഡ് എക്സ്ട്രീംലി ഹൈ AC റിയാക്ടൻസ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിയെ സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യും. ഓക്കെ, അതിന് ലോ DC റെസിസ്റ്റൻസ് ആണ്, പക്ഷേ എസിയെ ബ്ലോക്ക് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഹാസ് എക്സ്ട്രീംലി ഹൈ AC റിയാക്ടൻസ്. ഇൻഡക്ടർ ഡിസിയെ സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യും. ഓക്കെ, ഇൻഡക്ടർ അലോസ് DC to pass through it because inductor has low DC resistance. അപ്പോൾ ഇൻഡക്ടർ DC അനായാസനെ കടത്തി വിട്ടും, പക്ഷേ എസിയെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ വർക്കിംഗ് പറയാൻ പോയാണ്. അപ്പോൾ ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിയെ കടത്തിവിടും, എസിയെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട്. ദിസ് കണ്ടെയ്ൻസ് DC ആസ് വെൽ ആസ് AC. ഓക്കെ, ഈ റെക്ടിഫൈഡ് ഔട്ട്പുട്ടിനകത്ത് ഡിസിയും കാണും, AC കമ്പോണന്റും കാണും. ആ AC കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പിൾ. ആ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ആദ്യമേ LC ഫിൽറ്ററിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡക്ടർ ആയിരിക്കും. നമുക്കറിയാം ഇൻഡക്ടർ അലൗസ് DC കമ്പോണന്റ് ബട്ട് ബ്ലോക്സ് AC കമ്പോണന്റ്. ഈ ഇൻഡക്ടർ DC കമ്പോണന്റിനെ പാസ് ചെയ്യും, AC എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അപ്പോൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിനകത്തുള്ള AC ആര് ബ്ലോക്ക് ചെയ്യും? ഇൻഡക്ടർ ബ്ലോക്ക് ചെയ്യും, ഡിസിയെ പാസ് ചെയ്യും. റെക്ടിഫൈഡ് ഔട്ട്പുട്ടിനകത്തുള്ള ഡിസിയെ ഇൻഡക്ടർ പാസ് ചെയ്യും, എസിയെ ബ്ലോക്ക് ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ഒരിക്കലും ഈ ഇൻഡക്ടർ എന്ന കമ്പോണന്റിനെ പെർഫെക്റ്റ് ആയിട്ട്, അതായത് 100% 100% എസിയെ ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. കുറച്ച് ഒരു സ്മോൾ എമൗണ്ട് AC എന്നിരുന്നാലും ഈ ഇൻഡക്ടറിന്റെ ഔട്ട്പുട്ടിലെത്തും. 100% എസിയെ ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഈ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വരുമ്പോൾ ഇൻഡക്ടർ ബ്ലോക്സ് AC കമ്പോണന്റ് ബട്ട് അലൗസ് DC കമ്പോണന്റ് ടു പാസ് ത്രൂ ഇറ്റ്. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും 100% AC കമ്പോണന്റിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്മോൾ എമൗണ്ട് AC കമ്പോണന്റ് ഔട്ട്പുട്ടിലെത്തും. ഓക്കെ, ഇനി നമുക്കറിയാം കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിസിയെ ബ്ലോക്ക് ചെയ്യും, കടത്തിവിടത്തില്ല, എസിയെ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് എസിയും ഡിസിയുടെ കൂടെ ഇൻഡക്ടറിന്റെ ഔട്ട്പുട്ടിൽ വരും. ഓക്കെ, അപ്പോൾ ഇൻഡക്ടർ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് വളരെ ചെറിയ എമൗണ്ട് എസിയും ബാക്കി മൊത്തം DC ആയിരിക്കും. കാരണം ഈ റെക്ടിഫൈഡ് ഔട്ട്പുട്ടിലുള്ള AC കമ്പോണന്റിനെ ആര് ബ്ലോക്ക് ചെയ്തു? ഇൻഡക്ടർ ബ്ലോക്ക് ചെയ്തു. വളരെ ചെറിയ എമൗണ്ട് AC മാത്രം ഇൻഡക്ടറിന്റെ ഔട്ട്പുട്ടിലെത്തും, ബാക്കി എല്ലാം DC ആയിരിക്കും. ഓക്കെ, ഈ ആ ഇൻഡക്ടറിന്റെ ഔട്ട്പുട്ടിലെത്തിയ ചെറിയ എമൗണ്ട് AC ഈ കപ്പാസിറ്റർ വഴി ബൈപ്പാസ് ചെയ്തിഞ്ഞു പോരും. That small amount of AC will bypass through
ദിസ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഇൻഡക്ടറിന്റെ ഔട്ട്പുട്ടിൽ എത്തിയ ചെറിയ എമൗണ്ട് എ സി ഈ കപ്പാസിറ്റർ വഴി എന്ത് ചെയ്യും? ബൈപ്പാസ് ചെയ്തും കളയും. കാരണം ആ ചെറിയ എമൗണ്ട് എ സി ഈ കപ്പാസിറ്റർ വഴി കടന്നു പോകും. കപ്പാസിറ്റർ എ സിയെ പാസ് ചെയ്യും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആ ഇൻഡക്ടറിന്റെ ഔട്ട്പുട്ടിൽ വന്ന ആ ചെറിയ എമൗണ്ട് എ സി കപ്പാസിറ്റർ വഴി ബൈപ്പാസ് ചെയ്ത് അങ്ങ് പോകും. പക്ഷേ ഈ കപ്പാസിറ്റർ ഡി സിയെ ബൈപ്പാസ് ചെയ്യത്തില്ല, അതിനെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഡി സി ഫുള്ളായിട്ട് എവിടെത്തും? ലോഡ് റെസിസ്റ്ററിൽ വരും. ഇതാണ് ഈ എൽ സി ഫിൽറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് തരം ഫിൽറ്ററിംഗ് ഇവിടെ നടക്കും. ഓക്കെ, അപ്പോൾ ആദ്യമേ ഇൻഡക്ടർ എ സിയെ ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ ഇൻഡക്ടറിന്റെ ഔട്ട്പുട്ടിൽ ഡി സി കമ്പോണന്റും വളരെ ചെറിയ എമൗണ്ട് എ സി കമ്പോണന്റും വരും. ആ അവശേഷിക്കുന്ന എ സി കമ്പോണന്റിനെ കപ്പാസിറ്റർ എന്തോ ചെയ്യും? ബൈപ്പാസ് ചെയ്തും കളയും. ആ അവശേഷിക്കുന്ന എ സി കമ്പോണന്റ് കപ്പാസിറ്റർ വഴി ബൈപ്പാസ് ചെയ്തു പോകും. പക്ഷെ ഈ കപ്പാസിറ്റർ ഡി സിയെ കടത്തി വിടുവോ? ഇല്ല, ഡി സിയെ കടത്തി വിടത്തില്ല. ആ ഡി സി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇതാണ് എൽ സി ഫിൽറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഇൻഡക്ടർ ഹാസ് ലോ ഡി സി റെസിസ്റ്റൻസ് ആൻഡ് എക്സ്ട്രീംലി ഹൈ എ സി റിയാക്ടൻസ്. ദസ് റിപ്പിൾസ് ഗെറ്റ് ഫിൽറ്റേഡ് ത്രൂ ചോക്ക് കോയിൽ. ഇപ്പോൾ ചോക്കിന്, അതായത് ഇൻഡക്ടർ ഡി സി എന്തോ ചെയ്യും? പാസ് ചെയ്യും, എ സിയെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഇൻഡക്ടർ എ സിയെ ഫിൽറ്റർ ചെയ്ത് കളയും. ഓക്കെ, ഇനി ഒരിക്കലും 100% ഫിൽറ്ററിംഗ് നടക്കത്തില്ല. കുറച്ച് എമൗണ്ട് എ സി എന്തോ ചെയ്യും? ഇൻഡക്ടറിന്റെ ഔട്ട്പുട്ട് വരും. ഓക്കെ, സം ഓഫ് ദിസ് റെസിഡ്യുവൽ റിപ്പിൾ, അതായത് വളരെ ചെറിയ എമൗണ്ട്, ഓക്കെ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള റിപ്പിൾ എന്തോ ചെയ്യും? ഈ ഇൻഡക്ടറിന്റെ ഔട്ട്പുട്ട് വരും. അതാണ് ഈ സം ഓഫ് റെസിഡ്യുവൽ റിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് എ സി വരും. പ്രസന്റ് ഓൺ ഫിൽറ്റേർഡ് സിഗ്നൽ ഫ്രോം ഇൻഡക്ടർ കോയിൽ വിൽ get bypassed through this capacitor. അപ്പോൾ അവശേഷിക്കുന്ന ചെറിയ എമൗണ്ട് എ സി കമ്പോണന്റ് ഈ കപ്പാസിറ്റർ വഴി എന്തോ ചെയ്യും? ബൈപ്പാസ് ചെയ്തങ്ങ് പോകും. ഡി സിയെ കപ്പാസിറ്റർ കടത്തി വിടത്തില്ല. അപ്പോൾ ദാറ്റ് ഡി സി വിൽ പാസ് ടു ദിസ് ലോഡ് റെസിസ്റ്റൻസ്. അങ്ങനെ ആ ഡി സി എന്തോ ചെയ്യും? ലോഡ് റെസിസ്റ്ററിൽ എത്തും. നമുക്ക് ഔട്ട്പുട്ടിൽ പ്യുവർ ഡി സി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ എൽ സി ഫിൽറ്ററിന്റെ വർക്കിംഗ്. ഓക്കെ.